അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രാഹിമിനെതിരെ കേസെടുത്ത് CBI. ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം ഡിസ്കിലെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള KM എബ്രാഹിമിന്റെ നിയമനം നിയമവിരുദ്ധമെന്നാണ് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ചാണ് KM എബ്രഹാമിനെതിരെ CBI FIR രജിസ്റ്റർ ചെയ്തത്. കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത FIR തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയിൽ നൽകി. പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഹൈക്കോടതി നേരത്തെ കേസെടുക്കാൻ CBIക്ക് നിർദ്ദേശം നൽകിയത്. KM എബ്രഹാമിനെതിരെ നിലവിലുള്ളത് ആരോപണം മാത്രമാണ് എന്നായിരുന്നു CPIM നേതാവ് EP ജയരാജന്റെ പ്രതികരണം. അന്വേഷണം നടക്കട്ടെ, കുറ്റം ചെയ്തവരെ സർക്കാർ വെറുതെ വിടില്ലെന്നും EP ജയരാജൻ. KM എബ്രഹാമിനെതിരായ CBIയുടെ അന്വേഷണത്തിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. കോടതി വിധി വന്നു, അത് കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഘട്ടം കഴിയാൻ കാത്തിരിക്കുക. നിയമപരമായിട്ടുള്ള ചിലത് കൂടി നടക്കുന്നുണ്ട്, അത് ബാക്കി കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വ്യക്തമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വ്യക്തമാക്കാവുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തും. ഇപ്പോൾ കോടതി ഒരു ഘട്ടമല്ലല്ലോ, അതിന് മുകളിലേക്കുള്ള ഇതിൽ അദ്ദേഹം പോയിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം. ഡിസ്കിലെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള KM എബ്രഹാമിന്റെ നിയമനം നിയമവിരുദ്ധമാണ് എന്നായിരുന്നു ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി അഞ്ജലി മേനോൻ നൽകിയ റിപ്പോർട്ട്. കേരള നോളജ് എക്കണോമി മിഷൻ വൈസ് ചെയർമാനായി ഡോക്ടർ TM തോമസ് ഐസക്കിനെ നിയമിച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് അമിക്കസ് ക്യൂറി ഡിവിഷൻ ബെഞ്ചിൽ റിപ്പോർട്ട് നൽകിയത്. എക്സ് ഒഫീഷ്യോ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് KM എബ്രഹാം നൽകിയ എല്ലാ ഉത്തരവുകളും നിയമവിരുദ്ധമാണ്. സർക്കാരിനായി ഉത്തരവിൽ ഒപ്പിടാൻ സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്ത എക്സ് ഒഫീഷ്യോ സെക്രട്ടറിക്ക് അധികാരമില്ല. വിരമിച്ചയാളെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറിയാക്കിയത് നിയമവിരുദ്ധമാണ്. KM എബ്രഹാമിന്റെ നിയമനത്തിൽ അസ്വാഭാവികതയുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വിശദീകരണം തേടണം എന്നുമാണ് അമിക്കസ് ക്യൂറി അഞ്ജലി മേനോൻ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ട്.